ഉറങ്ങി എനിക്ക് നേരെ അടുക്കളയിൽ പോയപ്പോൾ ഈ ഒരു കാഴ്ചയോടെ കണ്ട് അമ്മേനെ ഹെൽപ്പ് ആക്കാട്ടോ ആദർശേട്ടൻ ആമിക്കുട്ടിക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മാളുമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാളും അമ്മയും ഭയങ്കരമായിട്ടുള്ള പണിയിലാണ്. മാമയുടെ അടുത്ത് അമ്മയുടെ ഒരു ചുരിദാറോട് ഷേപ്പ് ആക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കൈ എന്തോ റെഡി ആയിട്ടില്ല. അപ്പോൾ അമ്മ പറഞ്ഞു മാമിക്ക് ഇനി ബുദ്ധിമുട്ടാവേണ്ട, അമ്മ ഫുൾ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും നല്ല പണിയിലാട്ടോ. നമ്മുടെ ആമിക്കുട്ടി ഇവരെന്താ ചെയ്യണേ വിചാരിച്ചിട്ട് അമ്മയുടെ കാലിൻ്റെ അവിടെ തന്നെ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനും ആദർശേട്ടനും ഇതൊക്കെ കണ്ട് ഇവരുടെ അടുത്ത് വർത്താനം പറഞ്ഞ് കത്തിയടിച്ച് അങ്ങനെ നിന്നു. അങ്ങനെ എല്ലാം സെറ്റാക്കിയിട്ട് മാളുമ്മ പോകാൻ നിൽക്കുകയാണ്. ഇവൾക്ക് അച്ചങ്ങ് ക്യാമറ കണ്ട ഭയങ്കര നാണം. പിന്നെ ഇത് മോക്കൊ പുത്തി നിന്നു കേട്ടോ. അപ്പോൾ ആദർശേട്ടനും ഇവളതിനെ കിട്ടിയ സമയം നന്നായിട്ട് ഇങ്ങനെ ട്രോളിക്കൊണ്ടേയിരിക്കും. പിന്നെ ആദർശേട്ടൻ ഞാൻ ഒരു ഷർട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ആദർശേട്ടൻ്റെ മുമ്പിൽ ഇങ്ങനെ വെച്ചിട്ടും ആദർശേട്ടൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദർശേട്ടൻ നോക്കില്ലേ വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. അപ്പോൾ ആദർശേട്ടൻ ഞാൻ മുന്നേ ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം കൊടുക്കാമെന്ന് വിചാരിച്ച ഒരു ഷർട്ടാണ്. പക്ഷെ അത് വരാൻ കുറച്ച് ലേറ്റായി. ഓൺലൈനിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറേ നേരം ഞാൻ നോക്കിയിരുന്നു. പിന്നെ ആദർശേട്ടൻ നോക്കുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു ആദർശേട്ടൻ്റെ കൺമുമ്പിൽ ഇരിക്കുന്ന സാധനം ആദർശേട്ടൻ കണ്ടില്ല ചോദിച്ചപ്പോൾ ഇതെന്താ ഷെയ്ക്കാണ് എന്തൊട്ട് അവൾ പറയണേന്ന് നോക്കിയിട്ട് ആദർശേട്ടൻ അറ്റ് ലാസ്റ്റ് അത് കണ്ടു. ആദർശേട്ടൻ്റെ ഈ സന്തോഷമായിട്ടുള്ള മുഖം കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇതാണ് കേട്ടോ. അങ്ങനെ ഒറ്റ സർപ്രൈസ് കൊടുക്കുമ്പോൾ ആളുടെ എക്സ്പ്രഷൻ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ആളത് വേഗം ചെന്ന് എടുത്തു നോക്കി. എനിക്കും കുറച്ച് ഇതുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെടും. പിന്നെ ആദർശേട്ടൻ്റെ പിന്നെ ഞാൻ എന്തെടുത്ത് കൊടുത്താലും ഇഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ ഇതും ആദർശേട്ടന് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ എൻ്റെ അമ്മ പറഞ്ഞിട്ട് എല്ലാം ഇവനും ഒരേ മോഡലാണെന്ന്. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ലൈറ്റ് കളർ ഇട്ടിട്ട് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ വെള്ളയും നീലൊക്കെ കൂടിയിട്ടുള്ളൊരു ഇത് ആദർശേട്ടന് നന്നായിട്ട് ചേരാറുണ്ട്. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനത്തെ ഓരോന്ന് നോക്കിയിട്ടാണ് എടുക്കാറ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ അർജു എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു സാധനത്തിനെയും പേടിയില്ലാത്തവന് നമ്മുടെ ആമീനെ കുറച്ചെങ്കിലും പേടിയുണ്ട് ഗൈസ്. ആമീൻ്റെ അടുത്ത് ഫസ്റ്റ് വന്ന പടവൻ ഓടിച്ചെന്ന് എടുക്കുന്നതിൽ കുറച്ച് പേടിയാണ്. പിന്നെ ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നിട്ടാണ് അവൻ സെറ്റായത് കേട്ടോ. എന്നാലും നല്ല പേടിയുണ്ട്. ആമി വെച്ചെങ്കിൽ ഇപ്പം നല്ല വികൃതിയാണ്. മാളുവിനെയും ദേവൂട്ടിനെയും ഒക്കെ നന്നായിട്ട് ഓടിപ്പിക്കും. പിന്നെ ഇതാ ഒരു 6 മണിക്ക് ആയപ്പോഴേക്കും അച്ഛൻ വന്നു കേട്ടോ. അച്ഛൻ വന്നപ്പോൾ പഴംപൊരിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിൽക്കുക. ഇവിടെ അച്ഛൻ ഒരുപാട് പഴംപൊരി അച്ഛൻ എന്താ വേണ്ട അച്ഛൻ ഇഷ്ടം പോലെ അങ്ങനെ കൊണ്ടുവരും. ഇപ്പോൾ ഇല്ല കേട്ടോ. അച്ഛൻ ചെറുപ്പം തൊട്ടേ എങ്ങനെയാണ് എന്തെങ്കിലും വാങ്ങിക്കുക അച്ഛൻ കണ്ട അങ്ങനെ വാങ്ങിച്ചുകൊണ്ടുവരും. അതും ഈ എണ്ണക്കടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെറുപ്പം തൊട്ടേ അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ തിന്നിട്ടാണ് ഞാനൊക്കെ നന്നായി സൈസ് ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ തടി കുറച്ചതാണ് കേട്ടോ. ഇവിടെ വന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ പെട്ടെന്ന് മടുക്കും. കാരണം അച്ഛനോട് എന്തെങ്കിലും സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് അച്ഛൻ വാങ്ങിച്ചുകൊണ്ടായോ പറഞ്ഞാൽ അച്ഛൻ അങ്ങനെ ലോഡ് കണക്കിന് വാങ്ങിക്കും. അത് പിന്നെ ഞാൻ കഴിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ അത് ഒറ്റയടിക്ക് മടുക്കും ചെയ്യും കേട്ടോ. ചൂട് ചായയും നല്ല മുരിഞ്ഞ പഴംപൊരിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ നമ്മൾ ചൂട് ചായ ഇങ്ങനെ കുടിക്കും തോറും നമ്മളിങ്ങനെ വിയർത്തൊലിച്ചുകൊണ്ട് നിൽക്കും. അമ്മാതിരി ചൂടാണ് ഇവിടെ. അങ്ങനെ ഞങ്ങളിത് ആ ചൂടിൻ്റെ കഥയൊക്കെ പറഞ്ഞിരുന്ന് ചായ കുടിച്ചപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.